ഹലോ, അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വന്ന പാടെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതുപോലെ ചേട്ടന് പായസം കൊടുക്കാൻ കൊതിയാവുമെന്ന് പറഞ്ഞു, കുടിക്കാൻ കൊതിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ കടയിലോട്ട് പോയി 3 കവർ പായസ കിറ്റും പിന്നെന്താ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നു സേ? പായസം ഉണ്ടാക്കാൻ പോകും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പായസം ഡബിൾ ഹോട്ട്സിൻ്റെ പായസം എന്ന് പറയാം. ഡബിൾ ഹോട്ട്സിന്റെ പായസം. അതെ, ഇത് പരസ്യമൊന്നുമല്ലോ. പായസം വെക്കാൻ പോവുകയെന്ന് ഞങ്ങളുടെ കൊച്ചുമരുമോന് പായസം വെച്ച് കൊടുക്കാൻ. പായസം എല്ലാവർക്കും കൂടെ നമസ്കാരം. അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നു. അത് ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ സ്വന്തം പൊടിയമ്മയാണ്. അതെ, പായസം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നറിയാമോ? പായസം ഉണ്ടാക്കുന്ന ഉപ്പല്ലേ ഇടുന്നത് പായസം പൊന്നൂസേ? ഉപ്പാണോ പഞ്ചസാരയാണോ ഇടുന്നത് പായസത്തില്? പഞ്ചസാര കുറച്ച് ചുമ്മാ കേട്ടാ, ഉപ്പിടൂല പായസത്തിലത്. പായസം നല്ല മധുരമല്ലേന്ന് പറ. മധുരമല്ലേ? അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കട്ടെ. പായസം നമുക്ക് കുളവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓടി മന്തി എന്റെ അമ്മ ഉപ്പിട്ടാന്ന് എനിക്ക് ഇവിടെ അടി അടി എന്താണ്? അപ്പൊ കുളമാവണമെന്നുണ്ടെങ്കിൽ എന്ത് ഇടണം? ഉപ്പിടണം. ഭയങ്കര കോമഡി ആയിപ്പോ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയാലോ ചേട്ടാ പായസം? ഉപ്പൊന്നും ഇടണ്ട, പഞ്ചാര ഇട്ടാ. സീരിയസ് ഒക്കെ ഇവിടെ. അപ്പൊ ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഉണ്ടാക്കാലോ. അപ്പൊ പായസം ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാത്രമൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം പൊന്നൂസേ? തീ കത്തിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്താ ഒഴിക്കണം അറിയോ? പാലൊഴിക്കണം. ആഹാ, എന്താണ് കയ്യിലെന്താണ്? ഉള്ളിവട. അപ്പൊ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ? കടമ്പനാടുന്നോ? അപ്പൊ കടമ്പനാട് പോയിട്ട് വന്നപ്പം ഉള്ളിവട കൊണ്ടുവന്നു കേട്ടോ. ആ ചൂടുണ്ട്. അപ്പൊ ചൂടോടെ നമുക്ക് ഉള്ളിവട കഴിക്കാം. ചൂടോടെ നമുക്ക് ഉള്ളിവട. ചൂടോടെ പൊന്നൂസ് കഴിക്കൂല കേട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ ഇവിടെ, അല്ലേ? കൊച്ചുമരുമോൻ എന്ന് പറഞ്ഞ ആരാണ്? കൊച്ചുമരുമോന്റെ യഥാർത്ഥ നെയിം പറയൂ. അപ്പം ഞങ്ങളുടെ ഉള്ളിവട പൊന്നൂസൊരു ഉള്ളിവട എടുത്തോ, അമ്മ ഒരു ഉള്ളിവട എടുത്തോ. കഴിക്കൂല. ഞാനൊരു ഉള്ളിവട എടുത്തു. അവിടെ കൊണ്ട് കൊടുക്കും കേട്ടോ. ചൂട് പോയി. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പായസം വയ്ക്കാം. പൊന്നൂസ് ഭയങ്കര പൊന്നൂസില്ലെങ്കിൽ നമുക്കുണ്ടോ ആളുണ്ടോ? രസമില്ലല്ലോ. പൊന്നൂസല്ലേ അടിപൊളി. പൊന്നൂസ് ഭയങ്കര അടിപൊളിയാണ്. പൊന്നൂസ് വിളിക്കാത്തവരെ വിളിക്കും. വല്യമ്മച്ചി വ്യക്തമായി പറയൂ പൊന്നൂസേ. പൊന്നൂസ് ഉള്ളിയോടെ കഴിക്കുമായതുകൊണ്ടേ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഒന്നും കൊടുത്താ തിന്നത്തൊന്നുമില്ല. പൊന്നൂസേ, പേരൊക്കെ എന്താന്ന് പറഞ്ഞേ? പൊന്നൂസിന്റെ വല്യമ്മച്ചിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുക. തുടങ്ങിക്കോ. മൈക്ക് വേണോ? പറ. വല്യമ്മച്ചിയെ കുറിച്ച് പറയൂ. പറഞ്ഞോ. ചീനി കൊടുക്കാൻ വേണ്ടി അമ്മച്ചി എടുത്തിട്ട് പോയപ്പോ അമ്മച്ചി കലം കണ്ടുന്നത് ചീനിയാണ്. അമ്മച്ചി എന്നിട്ട് ഞാൻ എടുത്ത് കൊടുത്തു. എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഇവിടെ സംഭവിച്ചത്. ചീനി വേവിച്ചപ്പോ ഇവള് ചീനി തിന്നിട്ട് രണ്ടാമതില്ല പൂച്ചക്കുഞ്ഞോ ഏതാണ്ട് എടുത്തോണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ചീനി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ചീനിയില്ല. കളത്തിലുണ്ടായിട്ടുണ്ടായി കൊടുക്കാൻ. ഇവരെ എടുത്തോണ്ട് പോയി അപ്പനും മോളും കൂടെ അങ്ങ് തിന്ന്. അപ്പൊ ഞങ്ങള് പായസം ഉണ്ടാക്കാൻ പോവാണ്. പായസം ഒഴിക്കാൻ നേരത്തെ നമ്മള് പാലൊഴിക്കണം. അപ്പൊ ഇത് തുറക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ തുറന്നു. അപ്പൊ ഈ ഒരു കപ്പിൽ അളന്നൊഴിക്കാം കേട്ടോ. പൊന്നൂസ് മാറിക്കോണേട്ടാ. ഒരു ഫുൾ ഒഴിക്കും. ഒഴിക്കും. ബാക്കി നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ആ മതി. ഇപ്പൊ തൽക്കാലം അത് മതി. ഇനിയിപ്പോ ആ ഒരു കപ്പിലെ തന്നെ വെള്ളവും കൂടി ഒഴിക്കും കേട്ടോ.
അത് നമുക്ക് എത്ര ഒഴിക്കണം വെള്ളം? ആ 1 കപ്പ് ഒഴിക്കും തൽക്കാലം. ഓക്കെ മതിയാ? ഓക്കെ മതി. കുറച്ച് കൂടുതൽ. ആ കുറച്ചും ഇട്ട് അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിക്കവാറും ഞങ്ങളുടെ ചേട്ടൻ വന്നിട്ട് പായസം കുളമാക്കാൻ ഞാൻ കൂടി ഇടാൻ പോണ്. രണ്ടുപേരും കൂടെ ഇടിനി. ഇത് കണ്ടോ? ഒരുമിച്ചിട്. വീണില്ല. പഞ്ചസാര ഒക്കെ വെളിയിൽ പോകുന്നുണ്ട്. വെളിയെന്ന് പറഞ്ഞ ഫോട്ടോ വെളിയാണോ? വെളിയിലല്ല, വെളിയിൽ. ഇതിനകത്ത് ഇടാൻ പോണെന്ന് പറ. ഇടാൻ പോവാ. എന്തെന്ന്? നമുക്ക് പായസം നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ പായസം ഉണ്ടാക്കുന്നത് പൊടിയമ്പച്ചിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പൊടിയമ്പച്ചി അവിടെ സൈഡിൽ മാറി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പായസം ഇളക്കാൻ വേണ്ടിട്ട് നമ്മുടെ പൊടിയമ്മയെ സ്വാഗതം ചെയ്യുന്നു. പറ അങ്ങനെ പറ. നമ്മുടെ പായസം ഇളക്കാൻ വേണ്ടിട്ട് പറ. നമ്മുടെ പായസം ഇളക്കാൻ വേണ്ടിട്ട് നമ്മുടെ പൊടിയമ്മയെ സ്വാഗതം ഇളക്കി. അപ്പൊ ഈ വെള്ളത്തിലൊന്ന് ആദ്യം ഒന്ന് വേകട്ടെ കേട്ടോ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പാലും കൂടി ഒഴിക്കാം കേട്ടോ. പാലുണ്ട്. അന്തിക്കള്ളം മൊന്തി 3 നേരത്ത് ചന്ദ്രപ്പച്ചേട്ടന്റെ പോക്ക് കണ്ടാൽ, ചന്തയിൽ പോയിട്ട് ചക്കും കെട്ടിക്കൊണ്ട് ചന്ദ്രപ്പച്ചേട്ടന്റെ പോക്ക് കണ്ടാൽ, പോകുന്ന പോക്കില് പാട്ടുകൾ പാടി ചന്ദ്രപ്പച്ചേട്ടന്റെ പോക്ക് കണ്ടാൽ, ചന്ദ്രിക ചേച്ചിയുടെ വീട്ടുപാടിക്കലെ ചന്ദ്രേട്ടൻ നിൽക്കുന്ന നിപ്പു കണ്ടാൽ, എന്നിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ ചന്ദ്രിക ചേച്ചിയുടെ നിപ്പു കണ്ടാൽ, ചന്ദ്രിക ചേച്ചിയുടെ നിപ്പു കണ്ടാൽ. അപ്പൊ ഇത് വെന്തിട്ടില്ല, കുറച്ചും കൂടി ആവണം. നമ്മൾ നന്നായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ. ഇതാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ, സെപ്പറേറ്റഡ് അല്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒന്നും ഇടണ്ട, അതിനകത്ത് എല്ലാം ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ കുറച്ച് ഇടാം. ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ അല്ലേ പൊന്നൂസേ? പറ. ആയി വരുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും പിന്നെ ഏലക്കായും കൂടി പൊടിച്ചിടാം കേട്ടോ. ഇത് അടയൊന്ന് വേകണം. വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിക്കും. അപ്പൊ ഒന്ന് തിളപ്പിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഞാൻ ഏലക്ക ഇടിക്കുക കേട്ടോ. ഒരു 4 എണ്ണം ഓൾറെഡി ഇതിനകത്ത് ഏലക്ക ഉണ്ട്. ഇത്രയൊക്കെ കൊണ്ടാ മതി. ഇത്രയും പോലെ ഇടട്ടെ. അപ്പൊ നമ്മള് 4 ഏലക്ക ഒന്നും കൂടി ചതച്ചിടും കേട്ടോ, കുറച്ച് മണത്തിന് വേണ്ടിട്ടാ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം. പൊടിയമ്മയാണ് കേട്ടോ ഇളക്കുന്നേ. സോപ്പ് ഇടല്ലേ കൊച്ചു മരുമോനെ അവിടെ എന്താ ഇളകിയ കുഴപ്പമെന്ന് ചോദിക്കാൻ പറ്റി. അതെന്താ ഇളക്കിയ കുഴപ്പം? എന്തോ ഉണ്ട് കുഴപ്പം? എന്താ ഇളക്കി കൂടെ? പൊന്നൂസായിട്ട് ഞാൻ പറഞ്ഞു വിട്ടോ. പൊന്നൂസ് വേകുമ്പോ റെഡി ആവുമ്പോ വരും. വെന്തിട്ടില്ല, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. നല്ല ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. അട വെന്താലേ പായസം ഒരു ടേസ്റ്റ് ഉണ്ടാവും. കൊച്ചു കൈ ഇടുക. അപ്പോൾ ആ പായസമൊക്കെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു കോമഡി അല്ലേ, ഒരു കുസൃതിയിലേക്ക് പോവാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആണത്. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ രണ്ടിനും കൊണ്ട് ഇല്ല എന്ന് പറയിപ്പിക്കും. എന്താ പറയിപ്പിക്കാം? എന്താ പറയിപ്പിക്കാം? 1 മിനിറ്റിനുള്ളിൽ കേട്ടാ ഞാൻ പറയിപ്പിക്കും. അപ്പോൾ നിങ്ങൾ അതിന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോക്ലേറ്റ് തരും, വലിയ ചോക്ലേറ്റ് തരും. എന്താ തന്നെ അപ്പം ഞാനൊരു കഥ പറയാൻ കേട്ടാ. ഒരു കറവക്കാരൻ 230 ലിറ്റർ പാല് കറന്നു. എത്രയാണ്? 230. അപ്പോൾ ആ കറവക്കാരൻ്റെ കൂടെയുള്ള ആള് കറന്നപ്പോഴേ 230 ലിറ്റർ പൊടി നമുക്ക് അറിയാവുന്നതാണ് ഇത്. ഓക്കെ, പൊന്നൂസ് അറിയാന്ന് പറയുന്നത് എന്താണ്? പൊന്നൂസിന് അറിയാമോ? ഞാൻ ഒന്നുകൂടി പറയാം. ഒരു കറവക്കാരൻ 230 ലിറ്റർ പാല് കറന്നു, അതിൻ്റെ കൂടെയുള്ള ആളും കറന്നപ്പോൾ 200. പൊന്നൂസ് അറിയാന്ന് തോന്നണ്.
അറിയാമോ അറിയാമോ പറ അറിയാമോ ഇല്ല പറഞ്ഞേ ഇല്ല ഇല്ലെന്ന് പൊന്നൂസ് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ മത്സരത്തിൽ നമ്മുടെ പൊന്നൂസ് വിജയായി. 1 മിനിറ്റിനുള്ളിൽ പൊന്നൂസ് ഇല്ല എന്ന് പറഞ്ഞില്ല. പൊന്നൂസ് മനസ്സിലായി. അപ്പൊ വായുത്തി പിടിക്കുന്ന എന്താണെന്ന് ഇല്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടി. അപ്പൊ എന്താ വേണ്ട പൊന്നൂസിന്? ചോക്ലേറ്റ് വലിയ ഡയറി മിൽക്ക്. അയ്യോ പായസം എന്താ അടിക്ക് പിടിച്ചാ? പോയി നോക്കട്ടെ. നോക്കാം. ഇപ്പൊ പായസം ഏകദേശം അടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതായത് വെന്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പാലും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചാല്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാല്, നമ്മൾ നേരത്തെ കുറച്ച് പാല് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് പാലും വെള്ളവും വെച്ചിട്ടാണ് അത് വേവിച്ചത്. അപ്പൊ അതിലേക്ക് ഇനി കുറച്ച് പാലും കൂടി ഒഴിക്കാം കേട്ടോ. സോറി പൊന്നൂസേ, പാലിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു പൊന്നൂസേ. പാലിന്റെ ഇംഗ്ലീഷ് പാല് ഇംഗ്ലീഷ് പറയൂ. പശു. ഇനി പിടിക്കണോ? പാലിന്റെ ഇംഗ്ലീഷ് എന്താണ്? പറ മിൽക്ക് മേഡ്. ചേട്ടാ മിൽക്ക് മേഡെന്ന്. മിൽക്ക് മേഡിന് വെള്ള കളർ. പശു എന്തൊക്കെ തരും നമുക്ക്? മിൽക്ക് മേഡ് തരും. അല്ല പാല്. ചായ. ഓക്കേ, പാലൊഴിച്ചു. ഇളക്കി കൊടുക്കാം നമുക്ക്. കാണിച്ചായിരുന്നു. ഇടയ്ക്ക് ഞാൻ കോരി ഒഴിച്ചു. കള്ളി. അപ്പൊ ഒന്നും തിളക്കട്ടെ. പാലിന്റെ ആ ഒരു പച്ച മണം ഒന്നും മാറട്ടെ. പായസം റെഡിയായി. പായസത്തിലല്ല ഐസ്ക്രീം ഇടുവോ? പഞ്ചസാര ഇട്ടു. പഞ്ചസാര നല്ല മധുരമുണ്ട്. ഉണ്ടോ? എന്നാ വേണ്ട. പഞ്ചസാരയുടെ ഇംഗ്ലീഷ് എന്താ? ഉപ്പിന്റെ സോൾട്ട്. മാംഗോ ട്രീ. അല്ല സാൾട്ട്. കൈ ഇതിലാണ് തക്കാളിയുടെ ഇംഗ്ലീഷ് എന്താ? തക്കാളിയുടെ ഒന്ന് തിളക്കട്ടെ. കുടിച്ചില്ലേലേ ഇവിടെ കിടന്ന് വീഡിയോ എടുക്കുന്നൊക്കെ കൊള്ളാം. വെള്ളം കുടിച്ചില്ലേലേ. കുടിച്ചില്ലെങ്കിൽ ഞങ്ങള് കുടിപ്പിക്കും. കുടിപ്പിക്കും ഞങ്ങള്. കുടിച്ചില്ലെങ്കിലും നമ്മള് വാ വെച്ച് പെരക്കണം. വേഗത്ത് മൊത്തം ഒഴിച്ച് കുടിപ്പിക്കും. കുടിപ്പിക്കും. ഇങ്ങനെ മൊത്തം 2 നമ്മൾ 3 പേര്. പൊന്നൂസിന് പായസം ഇഷ്ടമാണോ? പൊന്നൂസിന് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാ? വെള്ളപ്പായസം. അവളെ പപ്പ ബിജു പപ്പ വെച്ച് കൊണ്ട് കൊടുക്കുമല്ലേ. അപ്പൊ ഒന്നും ജസ്റ്റ് തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് റെഡി ആയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് നമുക്ക് കുടിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? അടിക്കണോ? കുറച്ചും കൂടി കളയത്തില്ല. വേണ്ട. അത് വേണം. അവൾക്ക് കുറച്ച് കൊടുത്താൽ മതി. ചൂടാന്നേ. ഞങ്ങള് അപ്പുറത്തുനിന്ന് കുടിക്കാം. അപ്പൊ ആ പൊടിയമ്മക്ക് വേണ്ടല്ലോ. പൊടിയമ്മേ കുടിക്കൂല. പൊന്നൂസിനെ കുടിച്ചേ. ചൂടാ. ഊതിക്കൊടു ഊതിക്കൊടു. എങ്ങനെയുണ്ട്? അടിപൊളി. ചൂടാന്നേ. ഇനി കുടിച്ചോ. പറ, എല്ലാരോടും പറ എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ പായസം. സൂപ്പർ പായസം. അപ്പൊ നമ്മുടെ പൊടിയമ്മ ഉണ്ടാക്കിയ പായസമാണ് നമ്മളിപ്പോ കുടിച്ചോണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇത് അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാത്തട്ടാ, നമ്മൾ ഇതിൻ്റെ മിക്സ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. പൊന്നിസ് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണാം.